സമയത്ത് വേസ്റ്റ് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ രാത്രി അതിനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബോഡി വുഡ് ബി ലൈക്ക് എ ഡർട്ടി സിറ്റി. രാവിലെ എണീക്കാൻ പറ്റില്ല, എല്ലാ രീതിയിലും വേദന, കഴുത്തുവേദന, തലവേദന, മുട്ടുവേദന, ജോയിന്റ്, എല്ലാ രീതിയിലും വി ആർ സ്റ്റക്ക് ദയർ. നമുക്കൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് എ പാർട്ട് ഓഫ് ലൈഫ് സ്റ്റൈൽ. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പഴയ കാലത്തെക്കാളും ഇന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം കുറഞ്ഞുപോയി. സൗകര്യം കൂടിയപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറിപ്പോയ ഒരു കാര്യം നമ്മുടെ ആക്ടിവിറ്റിയാണ് മാറിപ്പോയത്. പണ്ട് എല്ലാവരും നടന്നും ശരീരം അനങ്ങിയുള്ള പണിയെടുക്കലും, ഡെയിലി റൂട്ടീനിലാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്തൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിലും അവരിപ്പോ അടിച്ചു വരണതാണെങ്കിലും കുനിഞ്ഞു നിന്ന് അടിച്ചു വരണു, മിറ്റൊന്ന് അടിക്കണു, അതേപോലെ നിലം തുടയ്ക്കണു, ആട്ടുകല്ലിൽ അരയ്ക്കണു, അടിച്ചു നനയ്ക്കണു. ഇങ്ങനെയൊക്കെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോഡി ആക്റ്റീവ് ആയിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ 1 മണിക്കൂർ ജിമ്മിൽ പോയിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 23 മണിക്കൂറും റെസ്റ്റിലാണ്. അപ്പൊ നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ മാറിയത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ 23 hours റെസ്റ്റും 1 hour വാക്കിങ്ങും 1 hour ജിമ്മും, ഇതാണ് നമുക്ക് ആകെ ഉള്ളത്. പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റിയും വാസ് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു. അപ്പൊ ഈ ഫിസിക്കൽ മൂവ്മെന്റ് ഇന്ന് തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയത്. അതായത് നമ്മൾ എന്താ സംഭവിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കഴിച്ചിരുന്ന ഒരു ഭക്ഷണം ഇന്ന് ഫോളോ ചെയ്താൽ എങ്ങനെയിരിക്കും? നമുക്ക് ഫിസിക്കൽ മൂവ്മെന്റ് ഇല്ലാത്തൊരു ഒരു ജനറേഷൻ, അതായത് ശരീരം അനങ്ങി പണിയെടുക്കുന്ന ഒരു തലമുറയുടെ ഭക്ഷണ രീതി ശരീരം അനങ്ങി പണിയെടുക്കാത്ത ഒരു തലമുറ ഏറ്റെടുത്ത് എങ്ങനെയിരിക്കും? അതൊക്കെയാണ് ഒരു അടുത്ത അൺഫേവറബിൾ കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ വരുന്നത്. നമ്മളിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചിലർ പറയാറുണ്ട്, ഇന്നിപ്പോ ആരാ ചോറ് കഴിക്കണ്ടെന്നൊക്കെ പുതിയ ഓരോ കണ്ടുപിടുത്തം കൊണ്ട്. 2 കാരണവന്മാരൊക്കെ, ഞാനൊക്കെ എത്ര കാലമായിട്ട് ചോറ് കഴിക്കണേ, നല്ല കാര്യം, ചോറിന് ആരും കുറ്റം പറയാനില്ല, പക്ഷെ ചോറിന്റെ അളവിനെ കുറ്റം പറയാനുള്ളൂ. പണ്ട് കഴിച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ ഇത്രയും ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അന്ന് മുതൽ അത് കഴിഞ്ഞ് നേരെ എനിക്ക് മൈലുകളോളം നടന്ന് പണിസ്ഥലത്തേക്കാണ്. വീട്ടിലെ ആൾക്കാർ നേരെ അടുക്കളയിൽ കയറി പണി മുഴുവനും ദേഹാനങ്ങിയുള്ള പണി എടുക്കണതാണ്. ഇന്ന് അത്രയും ഭക്ഷണം കഴിച്ച് നേരെ കസേരയിൽ പോയിരിക്കും, അതിന് നേരെ കാറിൽ കയറിയിരിക്കും, നേരെ ഓഫീസിലെ കസേരയിൽ പോയിരിക്കും, നേരെ അവിടുത്തെ അതിന് തിരിച്ച് കാറിൽ വന്നു, തിരിച്ച് അതിന് നേരെ കസേര, പിന്നെ കട്ടില്. ഇതിന്റെ ഇടയ്ക്ക് എവിടെയോ 1 മണിക്കൂർ ഞാൻ വെരി ആക്റ്റീവ് എന്ന് പറഞ്ഞ് കുറച്ച് എക്സസൈസ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ അടുത്തത് ഉണ്ടാക്കണം. അതായത് നമ്മുടെ ഹെൽത്തിനെ കളയുന്ന അടുത്തൊരു കണ്ടീഷനാണ് നമ്മൾ ആക്റ്റീവ് അല്ലാണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ആക്ടിവിറ്റി ഉള്ള തലമുറയുടെ ഭക്ഷണ രീതി തന്നെ കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. ഈ ആക്ടിവിറ്റിയിൽ ഒരു തലമുറയ്ക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബ് കുറയ്ക്കുക. നമുക്ക് എനർജി ഉണ്ട്, നമ്മൾ കുറെ കഴിച്ച് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ആക്ടിവിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാർബ് കുറയ്ക്കുക. നമ്മുടെ പ്ലേറ്റിന്റെ പകുതി വെജിറ്റബിൾസ് കൂട്ടുക. നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നേരെ പ്ലേറ്റിന്റെ പകുതിയോളം നമ്മൾ എടുക്കുക. ബാക്കി പകുതിയാണ് കാർബും പ്രോട്ടീനും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഭാഗം കാർബ്. അപ്പൊ നമ്മളിപ്പോ 4 ചട്ടകം ചോറ് എടുക്കുന്ന സ്ഥാനത്ത് ചിലപ്പോൾ നമ്മൾ 1.5 ചട്ടകം ചോറിലേക്ക് കുറയ്ക്കുക. 3 ചട്ടകം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 1ലേക്ക് കുറയ്ക്കുക. പിന്നെ ആ കുറഞ്ഞത് നമ്മൾ ഇപ്പോഴത്തെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് വെജിറ്റബിൾസിലാണ്. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിനകത്താണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 5, 6, 8, 10 ഇഡ്ഡലിയൊക്കെ കഴിച്ച ശേഷം നമ്മൾ തുടങ്ങേണ്ടത് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണത്തിൽ തുടങ്ങണം.